തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറക്കുക. ഈ ഒരു സമയം സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവിയെ കണ്ടെടുക്കുന്നത് വഴി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പണ്ടുകാലത്ത് ദിവസവും സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടയും തുറന്നിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് പിന്നീട് വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുക എന്നൊരു ചടങ്ങിലേക്ക് മാറുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്, ഒരു അത്ഭുത സംഭവമുണ്ട്. തിരുവൈരാണിക്കുള ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നാൽ ശിവനും പാർവതി ദേവിയുമാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് ശിവനും പടിഞ്ഞാട്ട് ദർശനമായിട്ട് പാർവതി ദേവിയുമാണ്. ഈ സമയത്ത് പാർവതി ദേവിയുടെ നട ദിവസവും തുറന്നിരുന്നു. അക്കാലത്ത് ഭഗവാന് പാർവതി ദേവി തന്നെയാണ് ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കിയിരുന്നതെന്നാണ് വിശ്വാസം. ഊരാളന്മാർ നിവേദ്യം തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ തിടപ്പള്ളിയിൽ എത്തിച്ച് തിടപ്പള്ളിയുടെ കഥ അടയ്ക്കും. പിന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഈ തിടപ്പള്ളിയുടെ കഥക് തുറന്നു നോക്കുമ്പോൾ നിവേദ്യം എല്ലാം പാകമായിരിക്കുന്നതായി കാണാം. ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു അക്കാലത്ത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചില ഊരാളന്മാർക്ക് ഒരു കൗതുകം തോന്നിയ ഊരാളന്മാർ പതിവ് പോലെ നിവേദ്യത്തിനുള്ള സാധനങ്ങൾ തിടപ്പള്ളിയിൽ എത്തിച്ച് കഥകടച്ചു. എന്നാൽ നിശ്ചിത സമയം കഴിയുന്നതിന് മുന്നേ തന്നെ ഇവർ ഈ തിടപ്പള്ളിയുടെ കഥക് തുറന്നു നോക്കിയത്രേ. ആ ഒരു കാഴ്ച കണ്ട് അവർ അത്ഭുതപ്പെട്ടുപോയി. സർവാഭരണ വിഭൂഷിതയായി പാർവതി ദേവി നിന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അത്ഭുതത്തോടെ ഭക്തിയോടുകൂടി അമ്മയെ ജഗദംബികയെ എന്ന് ഈ ഊരാളന്മാർ വിളിച്ചു. എന്നാൽ തന്റെ രഹസ്യം ഊരാളന്മാർ കണ്ടു എന്ന് ബോധ്യപ്പെട്ട പാർവതി ദേവി അതീവ ദുഃഖിതയാകുകയും കോപിഷ്ഠയാകുകയും ചെയ്തു അത്രേ. താൻ ഇനി ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല എന്ന് ദേവി അരുൾ ചെയ്തു. ഇത് കേട്ട് ഊരാളന്മാർ പാർവതി ദേവിയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് മാപ്പപേക്ഷിച്ചു. തന്റെ ഭക്തരുടെ ആ സങ്കടം കണ്ട് ഒടുവിൽ പാർവതി ദേവി ഇങ്ങനെ അരുൾ ചെയ്തു. തന്റെ പതിയുടെ മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം ഈ ക്ഷേത്രത്തിൽ താൻ ഉണ്ടാകുമെന്ന്, താൻ ഭക്തർക്ക് ദർശനം നൽകുമെന്ന് പാർവതി ദേവി അരുൾ ചെയ്തു. ഈ ഒരു ദിവസം തന്നെ കണ്ടു തൊഴാനെത്തുന്ന ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുമെന്നും ദേവി അരുൾ ചെയ്തത്രേ. അന്നു മുതലാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ നട തുറപ്പ് വർഷത്തിൽ 12 ദിവസം മാറിയതത്രേ. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ക്ഷേത്രത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ജനുവരി 2, അതായത് ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായത്. ജനുവരി 13 നടതുറപ്പ് മഹോത്സവത്തിന് സമാപനമാകും.